നമുക്കറിയാം ജനം ഇനി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ 12 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 140 മണ്ഡലങ്ങളിലും വികസനം പറഞ്ഞാണ്, അതായത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരള സർക്കാരിൻ്റെ വികസനം പറഞ്ഞു തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥിയും മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോവളം നിയോജക മണ്ഡലത്തിലാണ്. നമുക്കറിയാം വിനോദസഞ്ചാരികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന കോവളം നിയോജക മണ്ഡലത്തിലാണ്. ഇവിടുത്തെ ഇത്തവണ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നമ്മുടെ കൂടെയുള്ളത്. ഭഗത് റൂഫസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് സ്ഥാനാർത്ഥിയോട് കൂടെ തന്നെ ഒന്ന് ചോദിക്കാം. ഈ പറയുന്നത് പോലെ ഓരോ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും വികസനം പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച്, കോവളത്തെ സംബന്ധിച്ച് എന്താണ് പ്രചരണ വിഷയമായിട്ട് വരുന്നത്? വിനോദസഞ്ചാരികളുടെ പറുദീസ എന്ന് ഇപ്പോൾ തൊട്ട് മുൻപ് പറഞ്ഞല്ലോ. ആദ്യം പോയി നോക്കേണ്ടത് നമ്മുടെ കോവളം തീരദേശ മേഖലയിൽ തന്നെയാണ്. അവിടെ നമ്മുടെ ട്രാഫിക് പോലീസിൻ്റെ 8 പോസ്റ്റ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ഹോട്ടലുകളിൽ നിന്നുള്ള വേസ്റ്റ് ഡയറക്റ്റ് കടലിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഇനി കോവളം ജംഗ്ഷനിൽ നിന്ന് ഇരുഭാഗത്തിൽ താഴോട്ട് സ്ട്രീറ്റ് ലൈറ്റോ ഫുട്പാത്ത് സംവിധാനമോ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കാതെ ടോൾ പിരിക്കുന്നതിനെതിരായിട്ട് ആദ്യമായിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത വ്യക്തി കൂടെയാണ്. ജില്ലാ പഞ്ചായത്ത് ആയിരിക്കെയാണ് ആ കേസ് കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ KSRTC ഡിപ്പോ അറിയാമല്ലോ, നമ്മുടെ മിനിസ്റ്റർ തന്നെ പൊതുവിൽ നമ്മുടെ നിയമസഭയിൽ തന്നെ പരാമർശിക്കുകയുണ്ടായി. ഒരു തുക പോലും ആ ഡിപ്പോയുടെ വികസനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടുത്തെ MLA ആയിരുന്ന വ്യക്തിയെ കൊണ്ട്. തിരുവനന്തപുരത്തെ 13 മണ്ഡലങ്ങളിലെ ഇടത് സ്ഥാനാർത്ഥികളും വികസനം പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കോവളത്ത് അത് സാധ്യമാകുന്നില്ല എന്നാണ്. ഇവിടെ വികസനം നടന്നതെല്ലാം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് നടന്ന വികസനങ്ങളാണ്. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് സർക്കാർ ഫണ്ട് കൊണ്ടാണ്. നമ്മുടെ വെള്ളായണി കായലിൽ നടക്കുന്ന 96 കോടി രൂപയുടെ പദ്ധതിയും സർക്കാർ ഭാഗമായിട്ടാണ്. കാക്കാമൂല മേൽപ്പാലം സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സ്കൂളുകളിൽ വന്ന വ്യത്യാസങ്ങൾ കിഫ്ബിയുടെ ഭാഗമായിട്ട് വന്നതാണ്. നമ്മുടെ MLAയുടെ ഇനിഷ്യേറ്റീവിൽ നടന്ന ഒരു പ്രോജക്റ്റെങ്കിലും പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം. ഇനി കളിക്കളങ്ങൾ എല്ലാ പഞ്ചായത്തിലും നിർബന്ധമായിട്ട് സർക്കാർ പദ്ധതിയായിട്ട് വയ്ക്കുമ്പോൾ ഇവിടെ ഒരു പഞ്ചായത്തിലും അത്തരത്തിലൊരു പ്രോജക്റ്റ് വന്നിട്ടില്ല. ഈ തീരദേശ മേഖലകൾ ഇന്നും പോയാൽ രാത്രി വരെ ഇരുന്ന് മത്സ്യം വിൽക്കുന്ന നമ്മുടെ അമ്മമാർ ടോയ്ലറ്റ് സംവിധാനമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. 10 രൂപ മുതൽ 15 രൂപ ഒരു കുടം വെള്ളത്തിന് ഇന്നും അവർ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കുടിവെള്ള പദ്ധതികളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഇവിടെ അത്തരത്തിലൊരു ഇടപെടൽ വന്നിട്ടില്ല. സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിന്നെന്നല്ലാതെ ഒരു പദ്ധതി പോലും നമ്മുടെ ഒരു പഞ്ചായത്തിലും വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രതീക്ഷിക്കുന്നുണ്ടോ ഇത്തവണ? ഉറപ്പാണ്. ഓക്കെ, അത്തരത്തിലാണ് ഇവിടെ. എങ്ങനെയാണ് ഇത്തവണ വിജയിക്കുമോ? നമ്മൾ 100% വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇവിടെ കഴിഞ്ഞ 10 വർഷം യാതൊരു തരത്തിലുള്ള വികസനവും ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഭഗത് റൂഫസിന് എല്ലാ തരത്തിലും ചാൻസ് ഉണ്ട്. ഈ മണ്ഡലത്തിൽ ഇനി സമഗ്ര വികസനം അത്യാവശ്യമാണ്. ഇപ്പോൾ നിലവിലെ MLA പറ്റി പറയുകയാണെങ്കിൽ നൂലുകെട്ട്, കല്യാണം തുടങ്ങിയ എല്ലാവരും 4 ആൾ കൂടുന്ന ഫംഗ്ഷന് മാത്രം വന്നിട്ട് പോകുന്ന ഒരു MLA ആണ്. അതെ, അത്തരത്തിലാണ് ഈ കോവളം മണ്ഡലത്തിൽ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്ന സ്വപ്ന പദ്ധതി ഉൾപ്പെടെ നമുക്കറിയാം ഒരുപാട് വികസനം കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരുപാട് വികസന കാഴ്ചപ്പാടുകൾ ഈ ഒരു മണ്ഡലത്തിലുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് MLA എന്ന നിലയ്ക്ക് ഒരു തരത്തിലുമുള്ള വികസന കാഴ്ചപ്പാടുകളോ വികസന പദ്ധതികളോ ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. ജനം മാറി ചിന്തിക്കുമെന്ന തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒന്നടങ്കം. ക്യാമറ പേഴ്സൺ പ്രകാശിനൊപ്പം ദിൽന ദിനേശ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.